നാടിക്കിങ്ങനെ കല്ലായ കേക്ക് ഞാൻ എങ്ങനെ കൊടുക്കും എന്ന് പറഞ്ഞിട്ടാട്ടോ ഞാൻ കസ്റ്റമറിന് ഫോൺ വിളിച്ചത്. അതിന് മുന്നേ 2-3 പ്രാവശ്യം കസ്റ്റമർ എന്നെ വിളിച്ച് ഈ കേക്കിൻ്റെ ഓർഡർ തന്നപ്പോഴും എനിക്ക് കേക്കിൻ്റെ ഓർഡർ എടുക്കാൻ പറ്റിയില്ല. എൻ്റെ കയ്യിൽ മുട്ട ഇല്ലാത്തത് കാരണം. ഉള്ള മുട്ട വെച്ച് അവസാനം കിട്ടിയപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെയായി, കറണ്ട് ഇല്ലാണ്ട്. പിന്നെ ഞാൻ മുട്ടയൊക്കെ കിട്ടി കേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഈ ഫോട്ടോ പേപ്പർ വിപ്പിംഗ് ക്രീമിൽ വെക്കുമ്പോൾ കുതിർന്നു പോകുന്ന കുറച്ച് പ്രശ്നങ്ങൾ വരാറുണ്ട്. നമ്മുടെ ബേക്കേഴ്സിന് ഇത് പറഞ്ഞാൽ മനസ്സിലാവും. ബട്ടർ ക്രീം പോലെയല്ല വിപ്പിംഗ് ക്രീം. പിന്നെ ഈ എഴുത്തുണ്ടല്ലോ, അത് ഞാൻ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ എടുക്കാൻ പറയാൻ മറന്നുപോയി. മൊത്തത്തിൽ കസ്റ്റമർ തന്ന കേക്കും ഞാൻ ഉണ്ടാക്കിയ കേക്കും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്നു. മോഡലൊക്കെ ഒരുപോലെ ആണെങ്കിലും കളറിലും ഈ ബാക്കിയുള്ള കാര്യങ്ങളിലും വ്യത്യാസം കുറച്ചുണ്ടായിരുന്നു. എന്നിട്ടും കസ്റ്റമർ എനിക്ക് കളറ് ഇഷ്ടപ്പെട്ട പോലെ ചെയ്തു എന്ന് പറഞ്ഞോണ്ട് കേട്ടോ ഞാൻ കളറ് മാറ്റിയത്. എന്നിട്ട് ഞാൻ കസ്റ്റമറിന് അയച്ചപ്പോൾ കസ്റ്റമർ പറഞ്ഞു മേലെ വൈറ്റ് വന്നപ്പോൾ ഒരു ഇതായിപ്പോയിന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി, അവരുടെ സാറ്റിസ്ഫാക്ഷൻ മീറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന്. പിന്നീട് എനിക്ക് ഈ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. എന്നിട്ട് കസ്റ്റമർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, എല്ലാവരും ഹാപ്പിയാന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. ഈ വാവകൾ ഓർമ്മയുണ്ട്, നമ്മൾ നെറ്റ് വെച്ച് ചെയ്ത കേക്കില്ലേ, ആ വാവകളാട്ടോ ഇത്. ആ വാവകൾക്ക് വേണ്ടിയിട്ടുള്ള സർപ്രൈസ് കേക്കായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഈ വാവകൾക്ക് ഒരുപാട് ലൈക്ക് കൊടുക്കണേ.